2026 ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തീരുമാനങ്ങളിൽ പ്രായോഗിക കാഴ്ചപ്പാട് പുലർത്തുന്നത് വിജയത്തിലേക്ക് നയിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കരുതലും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുന്നത് ആശ്വാസം നൽകും. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. ബന്ധുജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാമ്പത്തിക ഉന്നതിക്കും അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ പൂർത്തിയാക്കാൻ സാധിക്കും. പ്രൊഫഷണൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേട്ടങ്ങൾ നൽകും. ഭവനത്തിലേക്ക് അലങ്കാര വസ്തുക്കളും പുതിയ സാധനങ്ങളും എത്തും. കർക്കടകം രാശി പുണർദം അവസാന കാൽഭാഗം. പൂയം ആയില്യം. ഔദ്യോഗിക കാര്യങ്ങളിലും രേഖകളിലും സൂക്ഷ്മത പുലർത്തുന്നത് ഗുണം ചെയ്യും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി കാര്യങ്ങളിൽ ഏകാഗ്രത നിലനിർത്തുക. ഈശ്വര പ്രാർത്ഥനകളോടെ ആരംഭിക്കുന്നത് കാര്യവിജയം പ്രദാനം ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സൗമ്യമായ ഇടപെടലുകളിലൂടെ അന്തരീക്ഷം അനുകൂലമാക്കാം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും സംസാരിക്കുമ്പോൾ സമചിത്തത പാലിക്കുക. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുന്നത് മനഃശാന്തി നൽകുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം. അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയ കരാറുകളിലും ധാരണകളിലും ഒപ്പുവെക്കാൻ അനുയോജ്യമായ സമയമാണ്. സാഹിത്യ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വ്യക്തിപരമായ പുരോഗതി ദൃശ്യമാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദൈനംദിന ചുമതലകൾ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. കർമ്മരംഗത്തെ പ്രയാസങ്ങളെ വിജയകരമായി മറികടക്കും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപകരെ കണ്ടെത്താനും ദാമ്പത്യത്തിൽ സ്നേഹവും വിശ്വാസവും വളരാനും വഴിയൊരുങ്ങും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട. കുടുംബപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും സമയവും നൽകേണ്ടി വരും. യാത്രകൾക്ക് സാധ്യത കാണുന്നു. വസ്തുവിൽപ്പനയുമായോ വീടുമായോ ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾക്ക് ഇത് വളരെ അനുയോജ്യമായ സമയമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനകാര്യ മാനേജ്മെന്റിൽ കൃത്യത പാലിക്കേണ്ടതുണ്ട്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. കൃത്യമായ ആസൂത്രണം വലിയ നേട്ടങ്ങൾ നൽകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മനസ്സിൽ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ദീർഘദൂര യാത്രകൾക്കും പുതിയ പദ്ധതികളുടെ തുടക്കത്തിനും സാധ്യതയുണ്ട്. ആന്തരിക സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്ന ദിവസമാണ്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക നേട്ടങ്ങൾക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും അനുയോജ്യമായ സമയമാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വൈകാരികത ഒഴിവാക്കി ചിന്തിക്കുന്നത് അനാവശ്യ ചെലവുകൾ തടയാൻ സഹായിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി രേവതി. ആത്മവിശ്വാസം ഉയർന്നു നിൽക്കും. ഉപഹാരങ്ങളോ സന്തോഷകരമായ അനുഭവങ്ങളോ ലഭിക്കും. ആരോഗ്യപരമായ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനും സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.